അതിരൂക്ഷമായ ജലക്ഷാമമാണ് കുട്ടനാട്ടിൽ അനുഭവപ്പെടുന്നത്. കൊയ്ത്തു കഴിഞ്ഞ പാടത്തു നിന്നുള്ള മലിനജലം ആറുകളിലും തോടുകളിലും ഒഴുകിയെത്തിയതോടെ വീട്ടാവശ്യങ്ങൾക്ക് പോലും നെട്ടോട്ടം ഓടേണ്ട അവസ്ഥയാണ്. കൈനകരി, നെടുമുടി, രാമങ്കരി പോലുള്ള ഉൾപ്രദേശങ്ങളിലെ ആളുകളാണ് അതിരൂക്ഷമായ ജലക്ഷാമം നേരിടുന്നത്. കുടിവെള്ളമില്ല. പിന്നെ ആശ്രയം ഈ ആറുകളും കൈത്തോടുകളുമാണ്. കുളിക്കാനും അലക്കാനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കുമെല്ലാം ഉപയോഗിച്ചിരുന്നത് ഈ വെള്ളമാണ്. പക്ഷെ കൊയ്ത്തു കഴിഞ്ഞതോടെ അതും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. സമീപത്തെ പാടശേഖരങ്ങളിലെ കീടനാശിനി കലർന്നതും വൈക്കോൽ ചീഞ്ഞതുമായ ജലം മുഴുവൻ തോടുകളിലേക്കും ആറുകളിലേക്കും ഒഴുകിയെത്തിയതോടെ ഇവയും മലിനമായി. ഈ പാടം കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസത്തോളം ആകാറായി. ഈ പാടത്ത് ഇവർക്ക് മോട്ടർ അടിക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ പാടം കൊയ്ത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ ഇതിനൊരു തീരുമാനം എടുക്കണമായിരുന്നു. അവർക്ക് കാശിന് വേണ്ടിയിട്ട് പാടത്തിൻ്റെ സെക്രട്ടറി ആ പാടം അവർ താറാവുകാർക്ക് കൊടുത്തു. താറാവുകാരെ കൊണ്ട് 1.5-2 മാസത്തോളം അവർ താറാവ് തീറ്റിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ പിന്നെ ഡ്രില്ലർ ഇറക്കി ഈ പാടം ഈ മോട്ടർ അടിച്ചിറക്കിയത് കൊണ്ടാണ് ഈ തോട് ഈ പരുവത്തിലായത്. എന്നാൽ ഒന്നാന്തരം വെള്ളമാണ് ഈ തോടിൽ കൊണ്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തോടായത്. ഈ പരുവത്തിലായത് ഈ മോട്ടർ അടിച്ചിറക്കിയത് കൊണ്ട് മാത്രമാണ്. മറ്റു മാർഗമില്ലാത്തതിനാൽ ഈ വെള്ളം ഉപയോഗിക്കുകയേ നിവർത്തിയുള്ളൂ. ഞങ്ങൾ പിന്നെ ഇതിലാണ് എല്ലാം ഉപയോഗിക്കുന്നത്. അലക്കാനും കുളിക്കാനും എല്ലാം ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് മെയിൽ മുഴുവൻ അങ്ങ് ചൊറിഞ്ഞു പൊട്ടി ആകെ ബുദ്ധിമുട്ടാണ്. പൈപ്പിലും വെള്ളമില്ല, തോടിനും ഒഴുക്കുമില്ല, ആകെ ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്. പിന്നെ നിവൃത്തിയില്ലാതുകൊണ്ട് ഇത് തന്നെ അങ്ങ് ഉപയോഗിക്കുന്നു. കുടിവെള്ളം പോലും കിട്ടാനില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൈത്തോടുകളിൽ പോള നിറഞ്ഞതിനാൽ വള്ളത്തിൽ പോയി കുടിവെള്ളം ശേഖരിക്കാൻ കഴിയില്ല. ചിലർ ദൂരെയുള്ള ആറോ പ്ലാന്റുകളിൽ നിന്ന് കുടിവെള്ളം വിലയ്ക്ക് വാങ്ങും. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ വല്ലപ്പോഴും വരുന്ന വെള്ളം മാലിന്യങ്ങൾ കലർന്നതാണ്. തോട്ടിലെ പോള വാരി നീക്കാനും കുടിവെള്ളം എത്തിക്കാനുമുള്ള തീരുമാനം അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കുട്ടനാട്ടുകാരുടെ തീരുമാനം. ജനം, ആലപ്പുഴ.